പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് എക്സ്പോഷറാണ്. പ്രത്യേകിച്ച് പുറം ലോകങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഈ ന്യൂ മീഡിയയുടെ വരവിന് മുമ്പൊക്കെ ബാല്യം ചിലവഴിച്ച ഒരാളെന്ന നിലയിൽ എൻ്റെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഒരു പക്ഷേ ജനറേഷനുള്ള ആളുകളായിരിക്കും. നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് വല്ലപ്പോഴും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് കാണുന്ന കുറച്ച് സിനിമകൾ കാണാൻ പറ്റിയാൽ മാത്രമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമ്മളൊരു സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ധാരണകൾ ഉണ്ടാക്കിയിരുന്നത് ഹോളിവുഡ് സിനിമകളിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പോപ്പുലറായി നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഹോളിവുഡ് സിനിമകൾ പലപ്പോഴും ഭാഷയ്ക്കപ്പുറം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ തരുന്ന മോൺസ്റ്റർ മൂവീസ്. ഇപ്പോൾ ജുറാസിക് പാർക്ക്, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഹോളിവുഡ് സിനിമ ജുറാസിക് പാർക്കാണ്. അത് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കാണിക്കുകയാണ് ചെയ്തത് ആ സിനിമ തിയേറ്ററിൽ. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ അമേരിക്കൻ സിനിമ അതിൻ്റെ ലാംഗ്വേജിലൂടെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, അപ്പം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോഴും ആ സിനിമ എൻ്റർടൈനറാണ്. കാരണം അത് ഭാഷയ്ക്ക് അപ്പുറം അതുണ്ടാക്കുന്ന സ്പെഷ്യൽ എഫക്ട്സ്, അതിൻ്റെ സ്പെക്ടക്കിൾസ്, അതുണ്ടാക്കുന്ന എഫക്റ്റ്, അതുണ്ടാക്കുന്ന ഒരു വാവ് ഫാക്ടർ, നമ്മൾ അതിന് വേണ്ടി ആ സിനിമ കാണുകയും നമ്മൾ ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ആ കാലത്തൊക്കെ പറഞ്ഞാൽ പിന്നീടും കുറച്ചുകൂടെയൊക്കെ വളരുമ്പോഴും നമുക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ ടി വിയിൽ ഒരു കാസറ്റോ CD ഒക്കെ വെച്ച് സിനിമ കാണാൻ കഴിയുമ്പോൾ പോലും നമ്മൾ ഡയലോഗ് ഭാഗങ്ങൾ, വർത്തമാനം വരുന്ന ഭാഗങ്ങൾ നമ്മൾ ബോറിംഗ് ആയിട്ടാണ് കാണുന്നത്. നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന സ്ഥലം, ഒരു വാർ നടക്കുന്ന സ്ഥലം, ഒരു ഭീകരജീവി ആക്രമിക്കുന്ന സീനൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെയാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത്തരം ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ ആ സിനിമയുടെ റെപ്രസെൻറ്റേഷനായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ കൾച്ചറോ ഒന്നും നമുക്ക് അന്ന് അറിയില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്ന കൾച്ചറാണ്. അവിടെ എപ്പോഴും ഭീകരജീവികളാണെന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയല്ല, അവിടെ ഇറങ്ങുന്ന സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഡ്രാമ മൂവീസ്, ബന്ധങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യ വികാരങ്ങൾ ഉൾപ്പെടുന്ന സിനിമകളൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെയുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നെപ്പോലുള്ളവർക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അത് വേറൊരു എക്സ്പോഷറാണ് തരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ ജനിച്ച് വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്, ഇൻ്റർനെറ്റ്, യൂട്യൂബ് പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ വ്ളോഗിങ് എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ഉണ്ട്, അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു. ഇതിലൂടെ നമുക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ ഭയങ്കരമാണ്. അതായത് നമ്മൾ മുൻപ് ഒരിക്കലും നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മറ്റു സമൂഹങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊരു നേരിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ ജനറേഷനിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ എപ്പോഴും ആ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടുകളേക്കാൾ കൂടുതൽ ലിബറലായിട്ട് റിലേഷൻഷിപ്പുകളെയൊക്കെ കണ്ടിരുന്ന അങ്ങനെ ഒരു ചരിത്രം തന്നെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ്. ഡേറ്റിംഗ് ആപ്പുകളുണ്ട് നമുക്കിന്ന്, അങ്ങനത്തെ അതുവഴിയുള്ള മാച്ച് മേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹങ്ങൾ ഇതുപോലെ ഡേറ്റിങ്ങിലൂടെ സംഭവിക്കുന്നുണ്ട്. ഡേറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം വരെ കേട്ടിട്ടില്ല. കാരണം അന്ന് നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്താണെന്ന്. പക്ഷേ ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ ആ എക്സ്പോഷർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഗുണകരമായിട്ടുള്ള കാര്യം ആളുകൾ കുറച്ചുകൂടെ സോഷ്യലി ഓപ്പണായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. അവർക്ക് എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് കുറച്ചുകൂടെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സേഫ്റ്റി, എന്താണ് ഇഷ്യൂ, അതിനകത്ത് സേഫ്റ്റി അല്ലെങ്കിൽ ഡേഞ്ചർ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി കുറച്ചുകൂടെ കൂടുതൽ, അത്തരം രീതിയിലുള്ള എക്സ്പോഷേഴ്സും ഉണ്ട്. പിന്നെ അടുത്തിടെ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനം, ഇപ്പോൾ നമ്മൾ പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മുതിർന്നവരുടെ അപ്രൂവൽ ഇല്ലാതെ നടക്കുന്ന ഈ പ്രണയ വിവാഹങ്ങൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പണ്ടത്തെ ഒരു വലിയ അഡ്വഞ്ചറാണ്. കാരണം ഇത് എപ്പോഴും അടുത്തടുത്ത ആളുകൾക്ക് തമ്മിൽ പറ്റും. കാരണം തമ്മിൽ കണ്ടാലും ഇടപെട്ടാലും മാത്രമാണല്ലോ ഈ പ്രണയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു നാട്ടിൽ അടുത്തടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രോക്സിമിറ്റി ഉള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് പഠിക്കുന്നവർ, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഫിസിക്കൽ പ്രോക്സിമിറ്റി ഉള്ള ആൾക്കാർക്കിടയിൽ മാത്രമാണ് പ്രണയം ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് വേറൊരു രാജ്യത്തിരിക്കുന്ന ആളുമായിട്ടായിരിക്കും ചിലപ്പോൾ പ്രണയം ഡെവലപ്പ് ചെയ്യുന്നത്, ചാറ്റിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്തരം വലിയ ഇപ്പോൾ ഇൻഫ്ലുവൻസ്, നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പണ്ടറിയാം. കാരണം ഒരു കുട്ടി പഠിക്കുന്നില്ല, അയാളുടെ ശ്രദ്ധ പഠനത്തിലല്ല, അയാൾ മാർക്ക് വളരെ കുറയുന്നു, അയാളുടെ പെർഫോമൻസ് വളരെ താഴെ പോകുന്നു. അപ്പോൾ നമുക്ക് കാണാം അയാളെ എന്താണ് സ്വാധീനിക്കുന്നത്. കാരണം അവൻ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാം ക്രിക്കറ്റ് കളിക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിസിബിളായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനെയല്ല, അയാൾ ഫോണിൽ സ്ഥിരം നോക്കിയിരിക്കുന്നത് കാണാം, അയാൾ ഫോണിൽ എന്താണ് കാണുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തിലാണ് അയാളുടെ സമയം പോകുന്നത് നമുക്കറിയില്ല, എന്തൊക്കെ തരം ആശയങ്ങളാണ് അയാൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അത്തരം ഒരു മിസ്റ്ററി ആ ഭാഗത്ത്, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് ഏജിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിസ്റ്ററി അവിടെ ഉണ്ട്. പിന്നെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകളിലേക്ക് വരുമ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ്, അതായത് അടുത്ത് പ്രോക്സിമിറ്റി ഇല്ലാത്ത തന്നെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതോടൊപ്പം ഐഡൻറ്റിറ്റി തെഫ്റ്റ് വഴി താനല്ലാത്തൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാനും അങ്ങനെ ഒരാളെ ഇമ്പ്രസ് ചെയ്യാനും അതുവഴി പ്രണയങ്ങൾ ഉണ്ടാകാനും
ഞാൻ വിചാരിച്ച ആളല്ല അപ്പുറത്ത് നിന്ന് തിരിച്ചറിയുന്ന അത്തരം ഇൻസിഡൻസ് പണ്ടൊരിക്കലും സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയെ ബാധിച്ചായിട്ടൊരു പഠനങ്ങളുണ്ട്. കാരണം എപ്പോഴും രണ്ടുപേര് തമ്മിൽ ഇപ്പോൾ ഒരു മാരീഡ് റിലേഷൻഷിപ്പിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിലുള്ള അതൃപ്തി ഇത്തരം പുതിയ ഡിവൈസുകൾ വരുന്നതോടുകൂടി കൂടുന്നതായിട്ട് പഠനങ്ങളുണ്ട്. അതായത് വേറൊന്നും കൊണ്ടല്ല, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരാൾ അപ്പുറത്തുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് പുറമെ വേണ്ടി വന്നാൽ അയാൾ ആക്സസിബിൾ ആണെന്ന് കൂടിയുള്ള തിരിച്ചറിവ് വരുമ്പോൾ അതൊരു ബേസിക് സൈക്കോളജിക്കൽ നീഡാണ്. അതായത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസ് തൃപ്തികരമല്ല എന്ന് തോന്നും. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമുക്ക് ആ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അത്ര തൃപ്തി തോന്നില്ല. ഇത് ബേസിക് സൈക്കോളജിക്കൽ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒരു ആളോടൊപ്പം ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നമ്മൾ ചിലവഴിക്കുകയും എന്നാൽ അതേസമയം തന്നെ ഇതിലും ബെറ്റർ ആയിട്ട് ഒരാൾ അപ്പുറത്തുണ്ട്, വേറെ എവിടെയോ ഉണ്ടെന്നും അയാൾ ആക്സസിബിൾ ആണെന്നുള്ള തോന്നൽ ഈ ബന്ധത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യരാശിയിൽ വളരെ ഈ കഴിഞ്ഞൊരു 3 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ് മനുഷ്യനെന്ന ജീവിക്കുള്ളത്. ഇത്രയും നീണ്ട ചരിത്രത്തിൽ കഷ്ടിച്ചൊരു 20-30 കൊല്ലം മാത്രം ചരിത്രമുള്ള ഒരു പുതിയ മീഡിയ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ പ്രയോറിറ്റികളെ അതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ശരിക്കും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി പോകുമ്പോഴേ അതിനെക്കുറിച്ചൊരു ധാരണ വരും.